കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സായം സന്ധ്യയായിട്ടുണ്ട് കേട്ടോ. നല്ല വിളക്ക് കത്തിക്കുന്ന സമയമായിട്ടുണ്ട്. ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തെ നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അത്താഴം ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് ഡെയിലി ഓട്സ് ആണ്, എങ്കിലും അച്ചായിക്കും അമ്മയ്ക്കും ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മേടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പാക്കറ്റ് ചപ്പാത്തി ഉണ്ട്. ഇനി ഉള്ളിക്കറി വെക്കണം കേട്ടോ. അപ്പോൾ അമ്മ ഇരുന്ന് ഉള്ളി എരിയാണ്. ഞാൻ പോയ ആ നേരത്തിന് വിളക്കെല്ലാം തേച്ച് പൂക്കളെല്ലാം പിച്ച് വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ കൂട്ടുകാരെ കണ്ടോ, സന്ധ്യയ്ക്ക് വിളക്കൊരുക്കാനായിട്ട് ഞാൻ നമ്മുടെ വിളക്കെല്ലാം നല്ല തേച്ച് വൃത്തിയാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളപ്പൂവുണ്ട്, നമ്മുടെ റോസാപ്പൂവുണ്ട്, ഇതൊക്കെയുണ്ട് കേട്ടോ. ഒരു പൂ പോലും ഇല്ലായിരുന്നു നമുക്ക് കേട്ടോ. പിന്നെ നമ്മൾ ഓരോന്നും വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ വിളക്ക് കത്തിക്കാൻ ആവശ്യമുള്ള പൂക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ റോസാ കുട്ടികളാണേ. മഴയാണെങ്കിലും ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ. അതുകൊണ്ട് ഇവളുമാരൊക്കെ വാടി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വൈകുന്നേരം ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവളുമാർക്കെല്ലാം കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടിച്ച് ഇങ്ങനെ നല്ല മിടുക്കികളായിട്ട് നമ്മുടെ റോസാപ്പൂ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അമ്മയാണെങ്കിലേ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് നമുക്ക് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയും ഉള്ളിക്കറിയുമാണെന്ന്. അപ്പോൾ ഉള്ളിക്കറി വെക്കാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് സവാള അരിഞ്ഞ് തരുവാണ് കേട്ടോ. അമ്മയ്ക്ക് അരിയാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ, അല്ലേ അമ്മേ? അങ്ങനെ താണ്ടേ. ഇപ്പൊ എത്ര സവാള എടുത്തേക്കുന്നേ? എത്ര ഞാൻ എണ്ണം നോക്കിയില്ല. കണക്ക് വെച്ച് നോക്കിയിട്ട് ഒരു 3 സവാള ഉണ്ടെന്ന് തോന്നുന്നു. 3-4 സവാള ഉണ്ട് കേട്ടോ. അപ്പൊ താണ്ടേ ഓക്കെ. അപ്പൊ സവാള തക്കാളിയൊക്കെയാണ് നമ്മുടെ ഉള്ളിക്കറിക്ക് വേണ്ടി അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പാക്കറ്റ് ചപ്പാത്തി കേട്ടോ. ഈ ഒരു ചപ്പാത്തി നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളി ചപ്പാത്തിയാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരും കേട്ടോ. ഈ പല്ലി കമ്പിയൊക്കെ ഇട്ടുകൊണ്ട് എനിക്ക് വേറെയുള്ള ചപ്പാത്തികൾ മേടിച്ചാൽ കടിക്കാനൊക്കെ വലിയ പാടാ കഴിക്കാൻ. പക്ഷെ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. സോഫ്റ്റും ടേസ്റ്റിയും ആൻഡ് ഹെൽത്തി എന്നൊക്കെയാണ് പറയണത്, അറിയത്തില്ല. ബട്ട് കൊള്ളാം. നമ്മുടെ ചപ്പാത്തി ചുടാൻ വേണ്ടി ചപ്പാത്തി പാൻ എടുത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാസ്ട്രോൾ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചുട്ടിടാമല്ലോ. പിന്നെ വേണ്ട നമ്മുടെ ചപ്പാത്തി എടുക്കാനുള്ള തവി ഉണ്ട്. അപ്പം ഇനി ചപ്പാത്തി ഒന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. രാത്രി ഞങ്ങൾ മിക്കപ്പോഴും ഗോതമ്പിന്റെ ആഹാരമാണ് കേട്ടോ ഇവിടെ കൂടുതലും. ഗോതമ്പ് ദോശ, ഗോതമ്പ് പുട്ട്, ഗോതമ്പ് ചപ്പാത്തി. പിന്നെ എനിക്കിപ്പോ എന്നും ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നാൽ മടുക്കും കേട്ടോ. ഞാൻ കുറെ അന്നേരം അങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ പറയാം അച്ചായി അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ഒരു പാക്കറ്റ് ചപ്പാത്തിയും കൂടി മേടിച്ചോണ്ട് പോരെന്ന് പറയാം. ഐശ്വര്യമായിട്ട് ആദ്യത്തെ ചപ്പാത്തി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ഒന്ന് മുരിയട്ടെ കൂട്ടുകാരെ. നമ്മുടെ ചപ്പാത്തി കണ്ട് നല്ല പൊന്തി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സംഭവം കാഴ്ചക്കൊക്കെ കൊള്ളാം അല്ലേ? നോക്കിക്കേ, ഉള്ളി വരുന്നു നമ്മുടെ ചപ്പാത്തി. എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിന്റെ മീതേക്ക് പെട്ടെന്ന് വാടിക്കിട്ടാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പങ്ങ് വിതറി കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അവന്മാരെന്നെ ഇളക്കി സെറ്റ് ചെയ്യാം. രാത്രിയുള്ള സ്പെഷ്യൽ ചപ്പാത്തി ഉള്ളിക്കറി കേട്ടോ. എന്നും ഞാൻ ഓട്സ് ആണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഇവരും അമ്മയുടെയും അച്ചായുടെയൊക്കെ കൂടെ ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നും ഓട്സ് കുടിച്ചാലും നമുക്ക് മടുക്കുമല്ലോ. ഓക്കെ കാരെ, നമ്മുടെ ഉള്ളിതേ അവിടെ മൂത്തുകൊണ്ടേ ഇരിക്കുക കണ്ടല്ലോ. അപ്പം നമ്മുടെ ഉള്ളിക്കറിക്ക് വേണ്ട പൊടികളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും പറയുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി കേട്ടോ. ഒരേ സമയത്ത് എൻ്റെ 2 കൈയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ. അവിടെ ചപ്പാത്തി പൊള്ളിയത് മതി. അപ്പോൾ ഒരു ചപ്പാത്തി എടുത്ത് മാറ്റി അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുത്തു. ഈ നേരത്തെ നമ്മുടെ ഉള്ളി അങ്ങോട്ട് നല്ല ഇളക്കി കൊടുക്കട്ടെ. നല്ല മുരിഞ്ഞ് വരണം. അതുപോലെ തന്നെ നല്ല വാടിയ ഒരു ലുക്കാവണം നമ്മുടെ സവാള കേട്ടോ. എനിക്ക് ഉള്ളിക്കറിക്ക് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഈ നേരത്തിന് നമുക്ക് വിളക്ക് കത്തിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണ് എല്ലാ ദിവസവും വൈകുന്നേരം കുളിച്ച് വിളക്ക് കത്തിക്കുന്നത്. ഞാൻ വിളക്കെല്ലാം ചില ദിവസങ്ങൾ തേച്ച് കൊടുക്കും, ചില ദിവസങ്ങളിൽ അമ്മ തന്നെ തേക്കും കേട്ടോ. നമ്മൾ കൂടുതൽ ഇവിടെ മുരുക ഭഗവാന്റെ പടമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കൃഷ്ണ ഭഗവാനെയും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ട ത്രിസന്ധ്യ നേരത്ത് നല്ല സന്ധ്യാദീപം അമ്മ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ചന്ദനത്തിരി എല്ലാം കൊളുത്തുവാണേ. ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു പൂജാമുറി എന്ന് പറയുന്നത് കേട്ടോ. ഇഷ്ടംപോലെ മഞ്ചാടികൾ ഞാനിങ്ങനെ മേടിച്ച് കുപ്പിയിലും ചട്ടിയിലും പിന്നെ നമ്മുടെ ലക്ഷ്മി ദീപത്തിൻ്റെ വിളക്കുണ്ടല്ലോ അതിനകത്തും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മഞ്ചാടി പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ മഞ്ചാടി ഇങ്ങനെയൊക്കെ ഞാൻ എന്താ പറയണ്ടേ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഉൾക്കൊള്ളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു പൂജാമുറി എന്ന് പറഞ്ഞാൽ. ഇഷ്ടമായോ? സവാളയാണെങ്കിൽ ദാണ്ട ഇത്രയും വാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതാ ഈ ഒരു പരുവത്തിൽ നല്ല വാടി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞത്.
ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നല്ല രീതിയിൽ ഇവരെ നമ്മൾ ഒന്ന് മൂപ്പിച്ച് ഇളക്കി എടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറി കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി ഒന്ന് കുറുകി വരണമല്ലോ. ഈ സമയത്ത് തീ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീ അങ്ങ് കൂട്ടി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് അര ഗ്ലാസ് വെള്ളവും കൂടെ കറി എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടി കറി നീട്ടി അങ്ങ് വെച്ചത്. അങ്ങനെ ചപ്പാത്തി ചുടുക എന്നുള്ളൊരു ജോലി കഴിഞ്ഞ് ഉള്ളിക്കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണെങ്കിൽ നാളത്തേക്കുള്ള നമ്മുടെ ദോശ ഉണ്ടാക്കണേ ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കണേ ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. മാവ് അമ്മ അരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നാളെ ബ്രേക്ക് ആണ്ടേ. നമ്മൾ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളിക്കറി കാണിച്ചു തരാം നിങ്ങളെ. കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിക്കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇനി ഉള്ളിക്കറി നമുക്ക് മാറ്റാം കേട്ടോ. നമ്മൾ ഏത് സാധനം ഉണ്ടാക്കിയിട്ട് അപ്പോഴേ കംപ്ലീറ്റ് ഞാനൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റും കേട്ടോ. ഇതേ നമ്മുടെ ഉള്ളിക്കറി പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ കേട്ടോ. അതെല്ലാം ഞാൻ നേരത്തെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ കഴുകി മാറ്റും കേട്ടോ. പിന്നത്തേക്ക് ആക്കിയിടത്തില്ല. പിന്നെ നിങ്ങളെല്ലാം കൂടെ കാണിച്ച് ബോറടിപ്പിക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതിപ്പോ ലാസ്റ്റ് നമ്മള് ഉള്ളിക്കറി വെച്ച് നമ്മുടെ ചീനിച്ചട്ടിയാണേ. അപ്പുറത്തൊരു പട്ടിയുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് ഭയങ്കര കരച്ചില്ല. അത് കരഞ്ഞാലും വീട്ടുകാർ നിർത്താനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നല്ല ഇന്നാണെ കൊല്ലത്ത് മഴയില്ലായിരുന്നു കൂട്ടുകാരെ കേട്ടോ. നല്ല വെയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചീനിച്ചട്ടിയും കഴുകി എല്ലാം ഒതുക്കിയിട്ടുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ ഒരു ദിവസം 3 നേരമാണ് കുക്കിങ്ങിന്റെ പരിപാടി. രാവിലെ ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഉണ്ടാക്കണം, പിന്നെ വൈകുന്നേരം അത്താഴവും ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് ഓട്സ് കുടിക്കുന്ന ദിവസമാണെങ്കിൽ എനിക്ക് ഓട്സ് ഉണ്ടാക്കണം. പിന്നെ അമ്മയ്ക്കും അച്ചായിക്കും ഒക്കെ അല്ലാതുള്ള ആഹാരങ്ങളും ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കിച്ചൺ പരിപാടികളെ. നമ്മൾ രാത്രിയിലേക്കുള്ള ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും ഉള്ളിക്കറിയും. അപ്പൊ ഇതാണ് ഇന്ന് രാത്രിയിലേക്കുള്ള ഡിന്നർ കണ്ടോ. എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അത്താഴ പരിപാടിയോട് ഒരു ദിവസത്തെ നമ്മുടെ പാചക ജോലികളൊക്കെ തീർന്നു കേട്ടോ. ഇനി വീണ്ടും നാളെ രാവിലെ മുതൽ ഇതൊക്കെ തന്നെ എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥ അല്ലേ. പിന്നെ പല വീടുകളിലും ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ രാത്രിയിലും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ പണ്ട് മുതൽ ഇങ്ങനെയാണ്. രാത്രിയിൽ നമ്മൾ ചോറൊന്നും കഴിക്കാറില്ല, എന്തെങ്കിലും കാപ്പിയാണ്. ഗോതമ്പിന്റെ തന്നെ ആയിരിക്കും കേട്ടോ. ഗോതമ്പിന്റെ പുട്ട്, ഗോതമ്പ് ദോശ, ഗോതമ്പ് ചപ്പാത്തി, പിന്നെ ഗോതമ്പിന്റെ കുഴക്കട്ട, ഇങ്ങനെ മാറി മാറി. എനിക്ക് പിന്നെ ഡയറ്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ പാലൊഴിക്കാതെ പഞ്ചസാര ഇടാതെ ഉപ്പ് മാത്രം ഇട്ട് ഓട്സ് കാച്ചി ഒരു 7 മണിയാകുമ്പോൾ ഞാൻ എന്റെ രാത്രിയിലെ അത്താഴം അവസാനിപ്പിച്ചിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡയറ്റ് എടുക്കുന്നതിന്റെയൊക്കെ വിശദമായിട്ടൊരു വ്ലോഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇട്ടിരുന്നാൽ മതി, ഞാൻ ചെയ്തേക്കാം. അപ്പൊ ഓക്കെ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ തീരെ മടിക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.